ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തകരുന്ന വ്യക്തിബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചർച്ചയ്ക്ക് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷാണ്. മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന പ്രേക്ഷകരുടെ എല്ലാ പ്രശ്നങ്ങൾ കേൾക്കുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനും കൗൺസിലിംഗ് നൽകുവാനുമാണ് അദ്ദേഹം നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹവുമായി സംസാരിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഡോക്ടർ, ഈയിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിലൂടെ വായിക്കുകയുണ്ടായി, 525ഓളം സ്ത്രീകൾ ഒരു മിസ് കോളിന്റെ പേരിൽ വീട് വിട്ടിറങ്ങുക, കുടുംബത്തെ ഉപേക്ഷിച്ചിറങ്ങുക എന്നൊരു വാർത്ത വായിക്കുകയുണ്ടായി. എന്താണ് ഡോക്ടർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത? ഒരു 525-ലധികം വീട്ടമ്മമാർ കുടുംബ ബന്ധങ്ങളൊക്കെ കളഞ്ഞ ശേഷം മിസ്ഡുകൾ കിട്ടുന്നു. അപ്പോൾ വ്യക്തമായിട്ട് അറിയപ്പെടാത്ത ഏതോ കാമുഹൃദയങ്ങൾ അന്വേഷിച്ച ശേഷം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നുള്ള വാർത്ത രണ്ടർത്ഥത്തിലാണ് പലപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഒന്ന്, സൈബർ ക്രൈംസ് എത്ര കണ്ട് നമ്മുടെ കുടുംബജീവിതങ്ങളെ തകർക്കുന്നു, എത്ര കണ്ട് പക്വമതികളായ വ്യക്തികൾ പോലും സൈബർ ക്രൈംസിൽ പെട്ടുപോകുന്നു എന്നുള്ളൊരു സൂചകമായിട്ട് ഈ വാർത്തയെ കണ്ട ആൾക്കാരുണ്ട്. മറ്റൊന്ന്, ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഒരു മിസ്ഡ് കോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകാൻ കാത്തിരിക്കുന്ന സ്ത്രീകളാണോ നമ്മളെ കേരളത്തിലുള്ളത് എന്ന അർത്ഥത്തിൽ കുറച്ച് സദാചാരബോധവും ധാർമ്മികതയൊക്കെ കലർത്തി പ്രയാസത്തോടു കൂടി നോക്കിക്കണ്ട ഒരു കാഴ്ചപ്പാടും ഞാൻ അതിലേക്ക് പോകാനായിട്ട്. എക്സാക്ട്ലി. പക്ഷെ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾക്കപ്പുറം ഒരു മാനസികാരോഗ്യത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നത്, ഈ 525 അല്ലെങ്കിൽ 15-ലധികം വീട്ടമ്മമാർ ഒരു മിസ്ഡ് കാൾ കിട്ടുന്ന അവസരത്തിൽ ഉടൻ തന്നെ പോകാൻ തയ്യാറായിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും വീട്ടമ്മമാരെല്ലാം പൊട്ടികളല്ല. അവർക്കറിയാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ചിലപ്പോൾ ദുരന്തങ്ങളാവാം, ചിലപ്പം ചതിക്കുഴികളാവാം, ചിലപ്പോൾ ഫ്ലഷ് ട്രേഡ് ആവാം, ചിലപ്പം ഭീകരമായ അവസ്ഥയാവാം. ഇതൊക്കെ ആവാം എങ്കിലും ഒന്ന് നോക്കാം എന്ന വിധത്തിൽ അത്രയും വലിയ റിസ്ക് എടുക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന കുടുംബത്തിനകത്തുള്ള ഫാക്ടേഴ്സ് എന്താണ്? അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങൾ എത്ര കണ്ട് പ്രശ്നമാണ്, എത്ര കണ്ട് കുടുംബ ബന്ധങ്ങൾ തന്നെ ജീവിക്കുവാൻ സഹായിക്കാത്ത വിധം കുരുക്കുകളായിത്തീരുന്നു ബന്ധങ്ങൾ. ബന്ധങ്ങൾ എത്ര കണ്ട് ബന്ധനമാകുന്നു, ബന്ധങ്ങൾ എത്ര കണ്ട് ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ടാണ് പക്ഷേ ഞാൻ ഇതിനെ കാണുന്നത്. ഞാനിത് ഈ പറയുന്നത് വെറുതെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനമായി മാത്രമല്ല പറയുന്നത്, മറിച്ച് ഞാൻ അടുത്ത കാലത്തായിട്ട് കണ്ട ഒരു എന്നെ കാണാൻ വന്ന ഒരു വ്യക്തിയുടെ ജീവിതം. പക്ഷെ അത് ഞാൻ പറയുമ്പം സ്വാധിക്കും, ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും കുറച്ചുകൂടി അത് കൺവിൻസിങ് ആവും. എക്സാക്ട്ലി. അപ്പോൾ ഒരു ലേഡി അവരുടെ ബാല്യകാലത്തെക്കുറിച്ച് അവർ പറയുന്നത്, ഇവരുടെ അമ്മ ഒരു പ്രൊഫഷണലാണ്, മിടുക്കിയായിട്ടുള്ള പ്രൊഫഷണലാണ്, വളരെ ബുദ്ധിമതിയും വളരെ ജീവിതത്തിൽ സോക്കാൾഡ് വിജയം വരിക്കുകയും ചെയ്തിട്ടുള്ളൊരു ലേഡിയാണ്. അച്ഛനും അതുപോലെ പ്രൊഫഷണലാണ്. പക്ഷെ അച്ഛൻ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നു, വളരെ ആക്റ്റീവാണ്, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, സ്ഥലങ്ങൾ മേടിക്കുന്നു, ചെറിയ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിക്കുന്നു, കുട്ടികളുമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. അമ്മ ജോലിയിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഈ ലേഡിക്ക് തന്നെ ഒരു സിസ്റ്റർ കൂടെ ഉണ്ട്, ഒരു എൽഡർ സിസ്റ്റർ. ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ എൽഡർ സിസ്റ്റർ ഇവരെക്കാളൊക്കെ പഠിക്കാൻ കുറച്ചുകൂടെ പഠിക്കുകയായിരുന്നു. പക്ഷേ ഇവർക്ക് ലിറ്ററേച്ചറിനോട് കൂടുതൽ സാഹിത്യത്തിനോട് കൂടുതൽ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ ഒരിക്കലും ഇവരെ അംഗീകരിക്കത്തില്ല. കാരണം അമ്മ എപ്പോഴും സ്നേഹിച്ചിരുന്നത് ഗ്രേഡിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആ മുതിർന്ന കുട്ടിക്ക് ഇവരുടെ സീനിയറായിട്ടുള്ള സിസ്റ്ററിന് ഒത്തിരി അംഗീകാരം കിട്ടി, ആ നിലയ്ക്ക് നീങ്ങുന്ന അവസരത്തിൽ ഇവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടാതെ പോയി. അപ്പോൾ ഇവർ ധരിച്ചിരുന്നത് എന്തായാലും വിവാഹത്തോടു കൂടി അങ്ങനെ ഒരു നഷ്ടം മാറും, അത് എന്നെ വരുന്ന ആൾ സ്നേഹിക്കും എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വിവാഹം ഉണ്ടാവും. അപ്പോൾ ഇവരെ വിവാഹം കഴിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറുമായിട്ടുള്ള വിവാഹ ജീവിതത്തിലും ഡോക്ടറുടെ വിവാഹ ജീവിതത്തിൽ അവർ പറയുന്നത്, ഒരു വീട്ടിലെ ജോലിക്കാരിക്ക് കിട്ടിയിരുന്ന പരിഗണന പോലും എനിക്ക് കിട്ടിയില്ല, എന്നെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ഒട്ടും കെയർ ചെയ്യുന്നില്ല, എൻ്റെ ആവശ്യങ്ങളൊന്നും നോക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്നോട് വഴക്കിടാൻ പോലും തയ്യാറാവുന്നില്ല, ഒഴിവാകുന്നു. പക്ഷെ ആ ബന്ധത്തിൽ ഇവർ പറയുന്ന ഒരു അത്ഭുതം എന്ന ഒരു തരത്തിലൊരു കുഞ്ഞ് ജനിക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഇവർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. ആ വിധത്തിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ആ ബന്ധമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്തായാലും എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് ഭർത്താവ് പറഞ്ഞു. അയാൾ അങ്ങനെ ഇവർക്കും താല്പര്യമില്ല, അയാൾക്കും താല്പര്യമില്ലെന്ന് ഇപ്പോൾ രണ്ടുപേരും ശരി എങ്കിൽ ഡിവോഴ്സ് ആവാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു. അയാൾ വിദേശ രാജ്യത്ത് ഡോക്ടർ നിലയ്ക്ക് ജോലി ചെയ്ത് പോകുന്ന അവസരത്തിൽ ഈ ഡോക്ടറുടെ എന്നെ ഒരു സുഹൃത്തായിരുന്നതും ഇവരെക്കാളും 20 വയസ്സുകൾക്ക് കൂടുതലുള്ള മറ്റൊരു ഡോക്ടർ, അയാൾക്ക് കുട്ടികളുണ്ട്, വൈഫ് പക്ഷേ മാറിപ്പോയി. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ തന്നെ സ്നേഹിക്കാം, ഞാൻ തന്നെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ വയസ്സൊന്നും നോക്കാതെ അയാളുടെ കൂടെ ജീവിക്കേണ്ടതാണ്. അപ്പോൾ അയാളോട് ജീവിക്കുന്ന അവസരത്തിൽ
അയാളുടെ ഒരു മകളുണ്ട്, ആ മകളെ കംപ്ലീറ്റ് ഇവർ നോക്കുന്നു, സ്വന്തം മകളെ പോലെ വളർത്തുന്നു. ആ സമയങ്ങളിൽ അയാൾ ചിലപ്പോൾ ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇവർ പറയുന്ന അവിടെയും ഇവരെ തമ്മിലുള്ള വ്യക്തിബന്ധം ശാരീരിക തലങ്ങളിൽ വരെയും ഇവരുടെ ഇഷ്ടമോ ഇവരുടെ അവസ്ഥയോ അനുഭവമോ ഒന്നും പരിഗണിക്കത്തില്ല. അയാൾക്ക് എപ്പോൾ എന്ത് എങ്ങനെ തോന്നുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുക, അത് കഴിഞ്ഞാൽ ഇവരെ ഉപേക്ഷിക്കുക എന്ന അവസ്ഥയിൽ. അപ്പോൾ ഈ ലേഡി ഒരു വ്യക്തി എന്ന വിധത്തിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുവാനോ അവരുടെ സ്നേഹത്തെ മനസ്സിലാക്കുവാനോ അവർക്ക് സ്നേഹം നൽകുവാനോ അത്തരത്തിലുള്ള ഏതൊരു ട്രാൻസാക്ഷൻസും നടക്കാത്ത ഒരു ബന്ധം അതായിരുന്നു അവിടെ സംഭവിക്കുന്നത്. സപ്രഷനിലേക്ക് പോകുന്ന എല്ലാം സപ്രസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അണ്ടർ ദ സെയിം റൂഫ്, പക്ഷേ ദർ ഇസ് നോ ഓസ്മോസിസ്. പരസ്പര ബന്ധം, പരസ്പരമായിട്ടുള്ള കെമിസ്ട്രിയും ഇല്ല, ഫിസിക്സും ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ അതങ്ങനെ പോയപ്പം അയാള് മകളുടെ കല്യാണം കഴിയുന്ന ഒരു ഇതിങ്ങനെ നിന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഞാനിവിടെ വരുന്നില്ല, ഞാൻ എന്നേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, എങ്കിൽ ഞാൻ നമ്മളുടെ ബന്ധം എന്താ? അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് കാര്യമില്ലല്ലോ, എൻ്റെ കുട്ടി അത് വളർന്നു, നീ കുറേയൊക്കെ വളർത്തി, അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പം എൻ്റെ ആവശ്യം എനിക്കില്ല, ഞാൻ എൻ്റെ ജോലിയും ബാക്കി കാര്യമായിട്ട് പോകുന്നു. അങ്ങനെ അത് അവസാനിച്ചു. അപ്പോൾ വീണ്ടും ഈ ലേഡി അപ്പോൾ വന്ന ശേഷം വീണ്ടും ഇവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഒരു നടത്തിക്കലാണ്. അപ്പോൾ അവിടെ ഡോക്ടർമാർ വേറെ വരുന്നു, ഇവർ ഇതിൻ്റെ ഒരു മാനേജറായിട്ട് നിൽക്കുന്നു. ആ നിലയ്ക്ക് ഇവർ നടത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥയിലാണ്. പിന്നെ ഇവർക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് അവർ വരും. അവർ വരുന്ന അവസരത്തിൽ പലരും വന്ന് പറയും, യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ജീവിതം ഇത്രയും കാലം കാത്ത് ഞാൻ നോക്കി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി താനാണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ താനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവർ പറയുന്ന അങ്ങനെ വേണമെന്നില്ല, നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് കല്യാണമാകുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവാം. അപ്പോൾ അവർ പറയുന്നു, എനിക്ക് അങ്ങനെ കല്യാണം എനിക്ക് വേണ്ട, ഞാൻ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെയാണ്. അതെ, എനിക്ക് താങ്കളല്ലാതെ മറ്റൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ മാറി മാറി വന്ന കുറേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവരൊക്കെ ഇവരുടെ കൂടെ നിൽക്കുകയും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് കാശ് അടിച്ചു മാറ്റുകയും ഇവരെ ശാരീരികവും മാനസികവുമായിട്ട് ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്ത ശേഷം ഇവരെ ചണ്ടിയാക്കി കളഞ്ഞു. അപ്പോൾ അവിടെയും അവർ പറയുന്നത് പറഞ്ഞാൽ ഐ ജസ്റ്റ് കുഡ് നോട്ട് ട്രസ്റ്റ് എനിബഡി. കാരണം എല്ലാവരും ഇങ്ങനെ അവരവരുടെ കാര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും ചെയ്യുന്നു. നമുക്കൊരു ബ്രേക്കിന് ശേഷം തുടങ്ങാം. ഓ ഫൈൻ, ഷുവർ. ബ്രേക്കിന് ശേഷം നമുക്ക് TVS XL 100 ഇപ്പോൾ എന്റെ നല്ല നാളുകൾക്ക് തുടക്കം. TVS XL 100 presents മൈൻഡ് വായ്സ് തുടരുന്നു. ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിക്കഴിഞ്ഞ അവസരത്തിൽ ഇവർ കംപ്ലീറ്റ് ഒരു വിഷാദത്തിൻ്റെ അങ്ങേറ്റമായി. ഇതിനിടയ്ക്ക് ആദ്യത്തെ വിഭാഗത്തിലുണ്ട മകള് അത് വളരുന്നു. അതിൻ്റെ ടീനേജിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതൊക്കെ കൂടി അതും ഇതിന് സംഭാവന നൽകുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അത് വിദ്യാസമ്പന്നയായി മിടുക്കിയായി ഒരു പ്രൊഫഷണലായി വിവാഹം കഴിഞ്ഞു മറ്റു സ്ഥലത്തേക്ക് പോയി. ഇവർക്ക് അവശേഷിക്കുമ്പോൾ ഇവർക്ക് ചില ശാരീരികമായ രോഗങ്ങളും വിഷാദവും കുറേ സൈക്കാട്രിക് മെഡിസിൻസും ഉറക്കമില്ലായ്മയും നിരർത്ഥകമായിട്ടുള്ള ജീവിതവും എന്തിനോടൊന്നില്ലാതെ ഒളിച്ചോട്ടവും ആരെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലായ്മയും അച്ഛൻ തള്ളുന്നു. പിന്നെ സ്വന്തം സഹോദരി മാന്യത നോക്കുന്ന അവസരത്തിൽ സഹോദരിയും ഹസ്ബൻഡൊക്കെ തന്നെ സോക്കാൾഡ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുമ്പം അവർക്കും ഇവരെ ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാതെ ഇവർ തള്ളപ്പെടുന്നു, ഒറ്റപ്പെട്ടു വന്നു. അപ്പോൾ ഇവരും ഒരു ആശുപത്രിയും അവിടെയുള്ള കുറച്ച് ജീവനക്കാരും പിന്നെ ഇവരെ വന്ന് ചൂഷണം ചെയ്തു പോകുന്ന കുറേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സും ഇങ്ങനെയുള്ള ഒരു വലയം അല്ലെങ്കിൽ ഒരു ചിലന്തി വലയ്ക്കുള്ളിൽ പെട്ട അവസ്ഥയിൽ ഇവർ നിൽക്കുന്നു. ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ ഒത്തിരി, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും വിഷാദവും അതിൻ്റെതായിട്ട് ഉൾക്കൊണ്ട് ചിലപ്പോൾ ഭയങ്കര തീവ്രമായിട്ട് വരുന്ന പാനിക് അറ്റാക്സ്, ഭീതികൾ, ഇതെല്ലാം കൂടി ഇവരെ വേട്ടയാടുന്ന ഒരു ജീവിതം ഇവരിങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിങ്ങനെ പോയി ഇവർ ഒറ്റപ്പെടലാകുമ്പോൾ ഇവർക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ നായ്ക്കളുണ്ട്. ഒരു 4-5 നായ്ക്കളുണ്ട്. ഈ നായ്ക്കളാണ് ഇവർ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്. അവർ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നായ്ക്കൾ മാത്രമാണ്, 4 നായ്ക്കൾ.
ഈ 4 നായ്ക്കൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ഞാൻ അവയ്ക്കെല്ലാം അവർക്ക് വേണ്ടി ഞാൻ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു, അവരെന്നെ സ്നേഹിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എന്നെ സ്നേഹപൂർവ്വം നോക്കുന്നു, എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു, എനിക്ക് ലാളിക്കാനുള്ള അവസരം നൽകുന്നു. എക്സാക്ട്ലി അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ ആ നിലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ജോലിക്ക് ഒരു തമിഴ് ലേഡിയുണ്ട് ഇവരുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസരത്തിൽ അപ്പോൾ അവർ പറയുന്നു, ചേച്ചി ഇപ്പോൾ ഈ ലേഡി പറയുന്നു ജോലിക്കാർ, നിങ്ങൾക്ക് പുറത്തു പോകാനും സാധനം മേടിക്കാനൊക്കെ തന്നെ യു ബീയിങ് എ ലേഡി, സ്ത്രീ ആയതുകൊണ്ട് ഒരാളുടെ സഹായമില്ല, പറ്റില്ല. അങ്ങനെ ഇവർക്കൊരു ഡ്രൈവറായിട്ട് ഒരു തമിഴ്നാട്ടുകാരനെ കൊണ്ടുവരും, കുറച്ച് പ്രായമുള്ള മനുഷ്യൻ. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പം ഈ ഡ്രൈവറായിട്ടുള്ള ഇയാൾ ഇവരുമായിട്ടൊരു സ്നേഹബന്ധം ഇവർ തമ്മിലുണ്ടാകും. പക്ഷേ ഈ ലേഡി എന്നോട് പറഞ്ഞത്, ഈ അയാളെ ഡ്രൈവറാണ്, അയാളെ ഒരു വീട്ടിൽ നിന്ന് പാർപ്പിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിലും ഡ്രൈവർക്ക് അപ്പുറമുള്ള ഒരു മാനസിക ശാരീരിക ബന്ധത്തിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട്. ബട്ട് അവർ പറഞ്ഞു എങ്കിലും ആ ഡ്രൈവർ വിദ്യാസമ്പന്നല്ല, തമിഴനാണ്, കുറച്ച് പ്രായമുള്ള മനുഷ്യനാണെങ്കിലും ഈ മുൻപുണ്ടായിരുന്ന 2 ഭർത്താക്കന്മാരും മുൻപുണ്ടായിരുന്ന 4-5 കാമുകന്മാരെക്കാൾ കൂടുതൽ മനുഷ്യത്വമുള്ള ഒരാളാണ് ഈ ഡ്രൈവർ. അത് അവർ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് യോജിക്കാൻ പറ്റില്ല, ഇഷ്ടം തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം ഡ്രൈവറെ ഒഴിഞ്ഞു മാറി നിൽക്കും. ഇവരെ കുറച്ചെങ്കിലും ഇവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഡ്രൈവറിന് സാധിക്കുന്നു. ഈ ഡ്രൈവർ കാണിച്ച മാനുഷികതയോ മനുഷ്യത്വമോ മനുഷ്യ സ്നേഹമോ പോലും തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കാണിക്കാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു സംഭവിച്ചു. ഒരു വ്യക്തി എന്നല്ല ആഗ്രഹിച്ചിരുന്ന ഒരു കെയർ കൺസേൺ ആയാലും അവരുടെ ഇൻട്രസ്റ്റ് കൂടെ കൺസിഡർ ചെയ്യാന്നുള്ളൊരു കിട്ടിയത് ഇദ്ദേഹത്തിന് കുറച്ചെങ്കിലും കിട്ടുന്നു എങ്കിൽ ആ കിട്ടിയത് ഇയാളിൽ നിന്നാണ് എന്ന് പറയാം. പക്ഷെ അപ്പോൾ ആ ഒരു സമയം എത്തിയപ്പോൾ അവർ തന്നെ എന്നോട് പറയുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ശാരീരിക ആവശ്യകത എനിക്ക് തോന്നുന്നില്ല, എനിക്കൊരു ഒരു ഒരു മാനസികമായിട്ടുള്ളൊരു ആവശ്യകത പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പുരുഷന്മാരെന്നുള്ളൊരു വർഗം പോലും ഈ ഭൂമി ഉണ്ടാവേണ്ടതുണ്ടോ, അങ്ങനെ ജനിക്കേണ്ടതുണ്ടോ? കാരണം അവരെന്നോട് ചോദിച്ചത്, ഈ നായ്ക്കളിൽ കുറച്ച് പുരുഷന്മാരുണ്ട്, അവർ കുഴപ്പമില്ല, അതൊഴിച്ച് ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ഈ ഡ്രൈവറുടെ ചില കുറച്ചുള്ള പുരുഷത്വം ഒഴിച്ചുള്ള ബാക്കി എല്ലാ പുരുഷന്മാരും ഒരുപാട് ഇങ്ങനെ അവർ അവസാനം അവർ പറഞ്ഞു ഇപ്പൊ അവര് പൂജിക്കുന്ന ഒരു ദേവിയാണ്, ഒരു ദേവിയുടെ പൂജ നടത്തുന്നു, പടമൊക്കെ വെച്ച ശേഷം ദേവി. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ദേവി? അപ്പോൾ അവർ പറഞ്ഞത് ദേവനെ വരെ ഞാൻ വെറുക്കുകയാണ്. കാരണം ദേവൻ തന്നെ ദേവഭാവമാണെങ്കിലും ഈ ദേവൻ ഉൾപ്പെടെയുള്ളവനെല്ലാം പുരുഷനായതുകൊണ്ട് ഇവരൊക്കെ ഞാൻ വെറുക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ കാരണം എൻ്റെ ബാല്യകാലം മുതൽക്കുള്ള ജീവിതം നോക്കുമ്പോൾ ഇന്ന് വരെ എത്തുന്ന അവസരത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ദേവനെ ഉൾപ്പെടെ എനിക്ക് യോജിക്കാൻ പറ്റാത്ത, ഞാൻ വെറുക്കേണ്ട വന്നൊരു സാഹചര്യത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവുന്നു. ഒരു കേരളത്തിനകത്തുണ്ടാകുന്ന ഒരു കുടുംബത്തിനകത്ത് ഈ 325-ൽ പരം സ്ത്രീകൾ ഒരു മിസ്ഡ് കോളിൻ്റെ പിന്നിൽ ഓടിപ്പോകുന്നുവെങ്കിൽ അങ്ങനെ ഓടിപ്പോകത്തക്ക തരത്തിലേക്ക് ഒരു കുടുംബ പശ്ചാത്തലം മാറുന്നതിൻ്റെ പിന്നിലുള്ള ഒരു നേർക്കാഴ്ചയുടെ ചിത്രമാണ്, ഒരു പരിച്ഛേദമാണ്, ഒരു ക്രോസ് സെക്ഷനാണ് ഞാൻ ഈ പറഞ്ഞൊരു കേസ്. അപ്പോൾ ആദ്യം അമ്മയിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുന്നു, അമ്മ സ്നേഹം നൽകുന്നത് ഗ്രേഡിനും മാർക്കിനും ആവുന്നു, ഒത്തിരി തല്ലുന്നു. രണ്ടാമത് അച്ഛൻ നിന്നും ആഗ്രഹിക്കുന്നു, അച്ഛൻ പ്രൊഫഷണലിസത്തിന് പുറകെ പോകുന്നു, അച്ഛൻ മറ്റ് ചില ഈ എന്താ പറയുക സന്തോഷം കിട്ടാനുള്ള അക്ഷരത്തെറ്റുകൾക്ക് പുറകെ പോകുന്നു. അത് കഴിയുന്ന അവസരത്തിൽ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നു, ഭർത്താവ് അങ്ങനെ ഒരു വ്യക്തി ജീവിക്കുന്നു എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ, ഒരു വഴക്ക് പോലും പറയാതെ, അടുക്കുന്നതിനപ്പുറം വഴക്ക് പോലും പറയാൻ പറ്റാത്ത ശൂന്യത സൃഷ്ടിച്ചുകൊണ്ട് അബദ്ധത്തിൽ ദിവ്യപ്പിറവി പോലെ ഒരു കുഞ്ഞ് ജനിപ്പിച്ചിട്ട് അയാൾ മാറുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റൊരു ഡോക്ടറെ കണ്ടെത്തുന്നു. അയാൾക്കും അയാളുടെ മകളെ വിവാഹം കഴിക്കുമ്പോൾ ഈ ബന്ധം, ഈ കൂട് ഇവിടെ പൊളിച്ചെടുക്കാമെന്ന് പറഞ്ഞ് അയാൾ മാറിപ്പോകുന്നു. പിന്നെ വരുന്ന കുറേ യുവാക്കൾ അവരെല്ലാം ഇവരെ കംപ്ലീറ്റ് ചൂഷണം ചെയ്ത് മാറുന്നു. ഈ നിലയ്ക്കൊക്കെ തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ കേരളത്തിൽ പൊതുവൽക്കരിക്കുവാൻ സാധ്യത കുറവാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര കണ്ട് ശിഥിലമാകുന്നു നമ്മുടെ കേരള കുടുംബങ്ങൾ. അതുകൊണ്ട് മിസ്ഡ് കോൾ ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇവിടെ ഒരു മാനസികാരോഗ്യ വിശകലനത്തിന്റെ അനിവാര്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കേസിൽ തന്നെ ഒരുപാട്, അതായത് സ്വന്തം ആഗ്രഹങ്ങളെ കൺസിഡർ ചെയ്യാന്നുള്ളൊരു ഫാക്ടർ കൊണ്ടാണല്ലോ പല പല റിലേഷൻസിലേക്ക് മാറി മാറി പോവുക എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാരേജിലോട്ട് കടക്കുമ്പോൾ പരസ്പരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, പരസ്പരം കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കുടുംബത്തിന്റെ ആ ഒരു ചിന്താഗതിയെ തന്നെ മാറ്റാൻ
രണ്ട് കൂട്ടർക്കും കൂടെ കഴിയാതെ വരുന്നൊരവസരത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു അല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം, വിവാഹ ജീവിതം വളരെ, എനിക്ക് തോന്നിയിട്ടുള്ളതിൻ്റെ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ, വിവാഹ ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബന്ധം എല്ലാവർക്കും വേണം എന്ന് നിർബന്ധിക്കുന്നതിന് അർത്ഥമില്ല. അതെ, ഇപ്പോൾ എല്ലാവരും ഡോക്ടർ ആവുക, അല്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ എല്ലാവരും സിവിൽ സർവീസ് ആവുക, അല്ലെങ്കിൽ എല്ലാവരും പാട്ടുകാരാവുക, അല്ലെങ്കിൽ എല്ലാവരും ചലച്ചിത്ര സംവിധായകരാവുക എന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെ എല്ലാവരും പിന്നെ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താവ് ആവണം എന്ന് പറയുന്നത് കുറേയൊക്കെ അശാസ്ത്രീയമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ സമൂഹം എന്നുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ ഒരു ഏകകമായിട്ട് കുടുംബം അനിവാര്യമാണെങ്കിലും കുടുംബ ബന്ധങ്ങൾ നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനോഭാവവും അതിനു വേണ്ടിയുള്ള മനസ്സും അതിനു വേണ്ടിയുള്ള ചില സ്കില്ലുകളും മനോഭാവവും ഒക്കെ വളരെ അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള മാനസികാരോഗ്യം ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യമോ ആ സ്കില്ലുകളോ ആ കഴിവുകളോ അതിനനുയോജ്യമായ മനോഭാവമോ ഇല്ലാത്ത വ്യക്തികൾ കുടുംബജീവിതം നയിക്കാൻ പോകുന്ന അവസരത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഭാര്യ ഭർത്താവ്, ഇതിൽ ഒരുപക്ഷെ ഭാര്യയ്ക്കും ചില കുഴപ്പങ്ങളുണ്ട്, ഭർത്താവിനും ചില കുഴപ്പങ്ങളുണ്ടെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. മറിച്ച് ഭർത്താവിന് കുഴപ്പമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ ഈ തീവണ്ടിയിൽ എൻജിൻ ബോഗിയെ തള്ളിക്കൊണ്ടുപോകുന്ന പോലെ തിരിച്ചാണെങ്കിലും ഭാര്യയ്ക്ക് കുറെ പ്രശ്നമുണ്ട്, ഭർത്താവിന് കുഴപ്പമില്ലെങ്കിൽ അയാൾ ഒരു ഒറ്റ എഞ്ചിൻ പോലെ തള്ളിക്കൊണ്ടുപോകും. ഇനി രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ ഡബിൾ എഞ്ചിനിൽ പോകുന്ന ട്രെയിൻ പോലെ അതിവേഗം കുടുംബജീവിതം മുന്നോട്ട് പോകും. അപ്പം ഞാൻ പറയുന്നത് ഒരു കാര്യം, അതുകൊണ്ട് എല്ലാവരും വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ 525-ലധികം ആൾക്കാരെന്നല്ല മുഴുവൻ ആൾക്കാർ ഓടിപ്പോയില്ലെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അപ്പോൾ വിവാഹം കഴിക്കുവാൻ വേണ്ടിയുള്ള വ്യക്തിത്വങ്ങൾക്കും ചില കാര്യങ്ങൾ വേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും മാരേജ് എന്നുള്ളൊരു സംഭവം എത്ര കണ്ട് സാധ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാമത് ഒരു തലത്തിൽ ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾ കുറച്ച് കൂടുതൽ ദൃഢമാവണമെങ്കിൽ വേണ്ടത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹത്തിന് മുൻപുള്ള കൗൺസിലിങ്ങും അതിനുള്ള പ്രിപ്പറേഷൻസ്, ഒരുപക്ഷെ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ പറയും, വിവാഹ ശില്പശാല, വർക്ക്ഷോപ്പ് ഓൺ മാരേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു മുന്നൊരുക്കം, പ്രിപ്പറേഷൻസ് നിർബന്ധമായിട്ടും വിവാഹം കഴിക്കാൻ പോകുന്ന പ്രോസ്പെക്റ്റീവായിട്ടുള്ള എല്ലാ പങ്കാളികൾക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എപ്പോഴാണ് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് ശരിക്കും? ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ വിവാഹ ജീവൻ തുടങ്ങുന്നതിന് ഒരു മാസം മുൻപെങ്കിലും ഒരു ഒറ്റ ദിവസത്തെ കൗൺസിലിംഗ് അല്ല, മിനിമം ഒരു 4-5 ദിവസത്തെ തന്നെ ഒരു റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദോസ് ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് സൂൺ അവർക്ക് നൽകേണ്ടതാണ്. അത് ഗ്രൂപ്പായിട്ടുള്ള വർക്ക്ഷോപ്പ് വേണം, ഇൻഡിവിജ്വൽ വർക്ക്ഷോപ്സ്, കൗൺസിലിംഗ് സെഷൻസ് വേണം, രക്ഷിതാക്കൾക്ക് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഈ വിവിധ ഗ്രൂപ്പുകൾക്ക് നൽകി ഇവർക്കൊരു പ്രിപ്പയർനെസ്, ഇതിനു വേണ്ടിയുള്ള റൈറ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഉണ്ടാക്കലും, അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട അനിവാര്യമാണെന്ന് രണ്ടാമത് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ വേറെ കാര്യം തോന്നുന്നത്, നമ്മുടെ വ്യവസ്ഥാപിതമായ വിവാഹ രീതി ഇത് തന്നെ തുടരണമോ അതോ ഇതിനൊരു മാറ്റം വരണമോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ കൂടി നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എക്സാമ്പിൾ, നമ്മളിപ്പോഴും തന്നെ ഈ പ്രണയ വിവാഹങ്ങളെയൊക്കെ വളരെയധികം നമ്മുടെ സമയം വിമർശിക്കാറുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ എന്നെപ്പോലെ ഈ മനഃശാസ്ത്രജ്ഞൻ എന്ന വിധത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയോട് തന്നെയും പലപ്പോഴും ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ തന്നെ അച്ഛനമ്മമാരൊക്കെ ഇത്തരം കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ പ്രണയിക്കുന്നു, അതൊന്ന് അവസാനിപ്പിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. ഈ കൊണ്ടുവരുന്ന കുട്ടികളിൽ പ്രണയത്തിന്റെ പിന്നിൽ പോകുന്നതിന് പല കാരണങ്ങളുണ്ടാവും. മാനസിക അനാരോഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ബിസിനസ്സിൽ, ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പം ചിലതൊക്കെ ഒരു പക്ഷേ തടയേണ്ടതാണ്. ബട്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള വ്യവസ്ഥാപിതമായ വിവാഹ സെലക്ഷൻ അല്ലെങ്കിൽ വിവാഹത്തിന് പങ്കാളി കണ്ടെത്തൽ, അച്ഛനോ അമ്മയോ പരസ്യം കൊടുക്കുന്നു, അതിപ്പം കൂടുതൽ ഓൺലൈൻ പരസ്യങ്ങളാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ആൾക്കാരുണ്ടല്ലോ ഓട്ടന്മാർ എന്ന് പറയുന്നത്, എക്സാക്ട്ലി, അവർ കൊടുക്കുന്നു, അവർ വന്ന ശേഷം ആദ്യം ജാതകം നോക്കുന്നു, അതിനുശേഷം ഭൂമി, വസ്തു, സ്വർണം, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നു. എന്നിട്ട് അവസാനം പെൺകുട്ടിയെ കണ്ടാലുണ്ട് ഇല്ലെങ്കിലില്ല, അല്ലെങ്കിൽ ആൺകുട്ടിയെ കണ്ടാലുണ്ട് ഇല്ലെങ്കിലില്ല, അല്ലെങ്കിൽ ഗൾഫിലിരിക്കുന്നു, വെക്കേഷൻ വരുമ്പോൾ നടത്താമെന്ന് പറയുന്നു. ഈ വിധത്തിൽ പ്ലാൻ ചെയ്ത ശേഷം ഇവർ ഒരിക്കൽ പോലും വ്യക്തമായി അറിയാതെ പരസ്പരം വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും വളരെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ വളരെ പ്രാകൃതമാണ്. കാരണം വളരെ അശാസ്ത്രീയമാണ്. ഈ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഐക്യം, ഒരുമ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിത്വം അങ്ങനെ യോജിക്കുന്നതാണോ എന്നറിയാനുള്ള അവസരം കിട്ടുന്നു എന്ന് മാത്രമല്ല, എന്തെങ്കിലും മാനസിക അനാരോഗ്യങ്ങളുണ്ടെങ്കിലോ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലോ വൈകൃതങ്ങളുണ്ടെങ്കിലോ പരസ്പരം ചേരാൻ ഒരു സാധ്യതയും ഇല്ല എന്നുണ്ടെങ്കിലോ
അറിയാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നടക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലോ പോലെ ശാരീരികമായ പരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന അഭിപ്രായം ഞാനിപ്പോൾ ഉന്നയിക്കുന്നില്ല. പക്ഷേ ലിവിങ് ടുഗദർ എന്നൊരു കൺസെപ്റ്റ്, അത് ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന അതൊക്കെ ചിന്തിച്ചു നോക്കട്ടെ. ലെറ്റ് ദ സൊസൈറ്റി ടേക്ക് സച്ച് ടോപ്പിക്സ്. പക്ഷേ ഞാൻ പറയുന്നത് ചുരുങ്ങിയ പക്ഷം ആൺകുട്ടിയും പെൺകുട്ടിയും ദേ ഷുഡ് നോ ഈച്ച് അതർ വെരി വെൽ. പരസ്പരം ആണും പെണ്ണും പരസ്പരം നല്ല ഭംഗിയെ അറിയുകയും ദേ ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, ട്രൈ ടു സീ വെദർ അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുമോ, അവർക്കൊരു കുടുംബ ജീവിതം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന കാര്യം ഭംഗിയായിട്ട് അറിഞ്ഞ ശേഷം മാത്രം ഈ ജീവിതത്തിൽ നിന്നും പ്രണയം വരട്ടെ, അല്ലെങ്കിൽ പ്രേമം വരട്ടെ, അല്ലെങ്കിൽ ഐക്യം വരട്ടെ, ഒരുമ വരട്ടെ, സ്നേഹം വരട്ടെ എന്നുള്ള ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നതിന് പകരം പരസ്പരം യോജിക്കാൻ പറ്റുന്ന മനോഭാവവും ഐക്യബോധവും അല്ലെങ്കിൽ വ്യക്തിത്വവും ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് യോജിക്കാം എന്ന തരത്തിൽ പോകേണ്ട ഒരു ഉണ്ടാക്കുവാൻ നമ്മുടെ സമൂഹത്തിന് സമയമായി. അത് നമ്മുടെ മുതിർന്ന വ്യക്തികളും സമൂഹത്തിലെ സംഘങ്ങളും സമുദായങ്ങളും ഒക്കെയും അതിന്, അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഇതൊരു പ്രധാന സാമൂഹികമായ പ്രോസസ്സ് എന്ന വിധത്തിൽ ഇതിനെ കാണേണ്ട സമയമായി എന്നാണ് എനിക്ക് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തോന്നാറുള്ളത്. ഡോക്ടർ അപ്പം പറയുന്നത് ഒരു മാച്ച് മേക്കിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ സാധാരണ ജാതകം നോക്കുന്നതിലുപരിയായിട്ട് എന്താണ് പേരൻസിന്റെ ഭാഗത്തു നിന്നും എന്താ 10 മിനിറ്റ് കൊണ്ട് പങ്കാളിയെ മനസ്സിലാക്കി ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതിൽ നിന്നും മാറി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് ജാതകം ഒരു പൊട്ട സംവിധാനം എന്നാണ്. കാരണം ഈ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ നമ്മളിപ്പോൾ നോക്കിയോ 10-ന് 10 പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് കെട്ടുന്ന ആൾക്കാർ 10-ാം നിലയിൽ പൊട്ടുന്നു, 8-ാം നിലയിൽ പൊട്ടുകയാണ്. അപ്പോൾ അടി ബഹളവും പ്രശ്നങ്ങളും ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ അശാസ്ത്രീയമായ കാര്യങ്ങൾക്ക് മാറ്റിയ ശേഷം യോജിച്ച് ജീവിക്കാൻ പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ലെറ്റ് ദം ബി ടുഗദർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ദം നോ ഈച്ച് അതർ, പരസ്പരം അറിയുക, പരസ്പരം പല കാര്യങ്ങൾ അവരെ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും വെദർ വി ക്യാൻ നിലയിലേക്ക് വളരുക പോവുക എന്നുള്ളതല്ല നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന. അതെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 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 പിന്നെ ലൈംഗികമായ തലത്തിലേക്ക് നീങ്ങേണ്ട ഒരു ലൈസൻസ് നൽകലല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പരസ്പരം മനസ്സുകൾ തമ്മിൽ അറിയുവാൻ അറിയുവാൻ വേണ്ടിയുള്ള സംവിധാനം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രണ്ടൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2 കുട്ടികൾ ഒരേ ക്യാമ്പസിൽ പഠിക്കുന്നു, അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്നു എങ്കിൽ അവർ പരസ്പരം ആ ഇഷ്ടം നീണ്ടു പോകാൻ പറ്റുന്ന പക്വമായ തലത്തിലേക്ക് നീട്ടാൻ പറ്റുന്നതാണോ നോക്കിയ ശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു സംവിധാനമായിട്ട് മാറണം ഈ ഒരു പക്ഷേ വിവാഹം എന്ന തലത്തിലേക്ക് നീങ്ങേണ്ടതിന്റെ ആവശ്യകത കൂടെ ഇതിലൂടെ വിരൽ ചൂണ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. അതെ ഡോക്ടർ, വ്യക്തികൾ എന്നുള്ളത് 2 വ്യക്തികൾ മാത്രമല്ലല്ലോ വിവാഹം. അല്ല, എനിക്ക് തോന്നുന്നു അവിടെ എനിക്ക് തോന്നുന്നത് ഈ കുടുംബങ്ങൾ വ്യക്തികളുടെ കാര്യങ്ങൾ ഇടപെടുന്നതിന് ഒരു പരിമിതി വരണം. ഈ കുടുംബങ്ങൾ ഇടപെട്ട ശേഷം വ്യക്തികളെ കൊളാക്കുന്ന സംവിധാനമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. കാരണവന്മാരൊക്കെ വന്നിട്ട് അങ്ങനെ വേണ്ടടാ അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുമോളെ നീങ്ങ് വന്നേ അപ്പൊ എന്ന് പറയുന്നതിന് പകരം ഈ 2 വ്യക്തികളുടെയും ആയിട്ടുള്ള ഒരു ചോയ്സസ്, ദേ ആർ നെസ്റ്റ് മേക്കിംഗ്, ഒരു കൂട് കൂട്ടുന്നു, അതിനുള്ളിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. സോ ലെറ്റ് us accept them. സമൂഹം നമ്മൾ അവരെ അംഗീകരിക്കേണ്ട അനിവാര്യതയുള്ള ഒരു ആവശ്യമാണ്. അത്തരം ചില ശാസ്ത്രീയമായ ചിന്തകൾ ഈ മേഖലയിൽ വരേണ്ടതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ 515 25 സ്ത്രീകൾ മിസ്ഡ് കോളിന്റെ പിന്നിൽ പോയി എന്നുള്ള ഈ വാർത്തയെ ഒരു സൈബർ ക്രൈമായി മാത്രം കണ്ടു തള്ളുന്നതിനപ്പുറം ഇത്തരം സാമൂഹിക ചിന്തകൾ കൂടി ഇതിന്റെ പിന്നിൽ അടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ ഡോക്ടർ, അപ്പോൾ ഐഡിയലി എന്താണ് പാരന്റ്സ് ഇപ്പോൾ ഒരു മാരേജിലോട്ട് കടക്കുമ്പോൾ ഐഡിയലി എന്താണ് അവർ ആദ്യം ചിന്തിക്കേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും ഞാൻ പറയും, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും കാസ്റ്റിനോ കമ്മ്യൂണിറ്റിക്കോ ഒക്കെ അപ്പുറമായിട്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ 2 വ്യക്തികൾ തമ്മിൽ 2 വ്യക്തികളുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ എത്ര കണ്ട് യോജിക്കുന്നു, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ബുദ്ധിപരമായ നില, അവരുടെ വൈകാരികമായ ഇഷ്ടങ്ങൾ, അവരുടെ പരസ്പരം സ്നേഹിക്കുവാൻ അവരുടെ മനസ്സുകൾ പരസ്പരം പ്രാപ്തമാക്കുന്നതിലേക്കുള്ളതാണോ, ശാരീരികമായ ഒരു പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിന് പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടോ, അവരുടെ ജോലി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടോ, അവരുടെ ഭാവി പരിപാടികളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണ്, കുടുംബത്തെക്കുറിച്ച് അവരുടെ സങ്കല്പങ്ങൾ എന്താണ്, ഈ കാര്യങ്ങൾ സംസാരിക്കുവാനും പരസ്പരം ഇവർക്ക് പോകുമ്പോൾ 2 പേർക്കും പരസ്പരം നമ്മൾ ചേരുന്നു, വി ഗോ ടുഗദർ എന്ന ധാരണ ഉണ്ടാക്കുന്നു. ആ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടം പ്രാമുഖ്യം നൽകണം. മാനസികമായിട്ടുള്ള ചേർച്ച നോക്കിയ ശേഷം നമ്മുടെ വിശ്വാസങ്ങൾ ജാതകത്തിലൊക്കെ കടക്കണം നിർബന്ധമുണ്ടെങ്കിൽ വിശ്വാസങ്ങൾ പലപ്പോഴും അത് എനിക്ക് അതിനോട് വലിയ യോജിപ്പുള്ള ആളല്ല ഞാൻ. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ വളരെ കൂടുതൽ 100% സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തി വിശ്വാസത്തിന്റെ പുറത്ത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിൽ അർത്ഥമില്ല. പക്ഷെ വിശ്വാസം 100% ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളെ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമാവും. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവും ഡോക്ടർ. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.